എല്ലാവർക്കും കൃഷ്ണദീപൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 42 സൈസിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതേ പാറ്റേൺ വെച്ച് എങ്ങനെയാണ് ഫ്രണ്ട് ഫ്ലീറ്റഡ് ആയിട്ടുള്ള വീനെക്ക് ലേസ് വരുന്ന ഒരു ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇത് നൈറ്റി ബിറ്റാണ്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ബാക്ക് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത വീഡിയോയിൽ ബാക്ക് ഫ്രണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇത് ഒരു ഫ്രണ്ട് ഫ്ലീറ്റഡ് ടോപ്പ് ആയതുകൊണ്ട് ആദ്യം തന്നെ ബാക്ക് പീസാണ് നമ്മൾ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് ഇവിടെ നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. നെക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു കോളർ നെക്കാണ്. അതിൻ്റെ പേരിൽ ഇവിടെ ഒരു കട്ട് ചെയ്യേണ്ട ഒരു നാച്ചിട്ട് കൊടുത്താൽ ബാക്കിൽ. ഇപ്പോൾ ബാക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു നാച്ചിട്ട് കൊടുക്കാം. കഴുത്തിൻ്റെ അകലം അറിയാനാണ്. അതേപോലെ തന്നെ ഈ സ്ലിറ്റ് ഉള്ളിടത്തും ഒരു നാച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ പീസ് നമുക്ക് എടുക്കാം. ഫ്രണ്ടിന് വേണ്ടി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. രണ്ടായിട്ട് നല്ല വശം അകത്താക്കി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് പീസ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാക്ക് പീസ് എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് കറക്റ്റ് താഴെ വരെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 3 ഇഞ്ചിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പീസ് എടുത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ മീതെ വെക്കുക. ഈ 3 ഇഞ്ച് കഴിഞ്ഞിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇനി ഈ മാർക്കിങ്ങിൽ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ സ്ലിറ്റിനുള്ളത് ഇട്ട് കൊടുക്കുക. അടയാളം ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിനിട്ട് കൊടുക്കുക. ഇവിടെ ഇതാണ് നമ്മളുടെ കഴുത്ത്. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ ബാക്ക് മാർക്ക് ചെയ്തില്ലേ,
അതേപോലെ തന്നെ ആ സ്ഥലം തന്നെ ഇവിടെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ എടുത്ത് മടക്കി മാറ്റും. നമ്മളിവിടെ കഴുത്തിന് ഒരു നാച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ. ആ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ വര കൊടുക്കും. ഈ 3 ഇഞ്ചിലേക്ക് ഒരു വര കൊടുക്കാം. ശരിക്കും ഈ 3 ഇഞ്ചിലേക്ക് വരക്കേണ്ട ഇവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാനുണ്ട്. വേണ്ട, അങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ. അപ്പം ഇത് പുതിയതായിട്ടൊക്കെ ചെയ്യണവർക്ക് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു വരയിട്ട് കാണിച്ചതാണ്. അപ്പം ഇവിടെ നിന്ന് ഈ 1 ഇഞ്ചും കൂടി എടുത്തതിലേക്കാണ് ശരിക്കും നമ്മൾ ഈ വീനക്ക് വരക്കണത്. ഇങ്ങനെ വരക്കണം. അപ്പം അതിലേക്ക് അറ്റം വരെ ഇങ്ങനെ വരച്ച് ചേർക്കാം. ഈ 3 ഇഞ്ചിൻ്റെ മാർക്കിങ് നമുക്ക് വേണ്ട. ഇത് അറിയാൻ വേണ്ടി ഞാൻ വരച്ചതാണ് കേട്ടോ. പുതിയതായിട്ടൊക്കെ ചെയ്യണവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നമ്മൾ സ്ലീവിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സ്ലീവ് ഇതുപോലെ തന്നെ പാറ്റേൺ വെച്ച് ഇതൊരു 15 ഇഞ്ച് ഇറക്കം കിട്ടുന്ന ഒരു സ്ലീവാണ്. അങ്ങനെ കൊടുക്കും. സ്ലീവിന് നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. സ്ലീവിന് ഇനി മോഡൽ ചെയ്യണമെങ്കിൽ തന്നെ ഈ പാറ്റേൺ വെച്ചിട്ട് ഇത്രയും പോലും ഒരു 1.5 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു പീസ് പിടിപ്പിച്ചിട്ട് നമുക്കിവിടെ സെൻറ്റർ ഓപ്പൺ ഇടുക, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ലേസ് വെച്ച് കൊടുക്കുകയോ മോഡലായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ലീവാണ് എടുക്കുന്നത് ഫുള്ളായിട്ട്. സ്ലീവിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെൻറ്ററിൽ ഒരു നാച്ച്. ഇനി നമുക്ക് ആകെയുള്ള പീസ് ഈ ബാക്ക് എടുത്തപ്പോൾ കിട്ടിയ ഈ പീസാണ്, ബാലൻസ് പീസാണ്. ഇതിൽ നിന്നാണ് നമ്മൾ വി നെക്ക് കോളർ എന്ന് പറഞ്ഞില്ലേ, വി കോളർ, അത് അടിച്ച് ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കോളറിൻ്റെ അളവെടുത്തിട്ട് വേണം വി നെക്കായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ. എന്നാലും പൊതുവേ എല്ലാവർക്കും ഒരു 10 ഇഞ്ച് വന്നത് കൊണ്ട് തന്നെ ഒരു 15 ഇഞ്ച് നീളത്തിൽ അല്ലെങ്കിൽ 16 ഇഞ്ച് നീളത്തിൽ എടുത്താൽ തന്നെയും നമുക്കിത് അടിച്ചു വരുമ്പോൾ കുറച്ച് പീസ് ഉള്ളിലേക്ക് ഇടാനുള്ളത് കിട്ടും. പി ആയിട്ട് കോളറായിട്ട് ചുറ്റി വന്നിട്ട് അടിക്കണ നെക്കാണല്ലോ, അതിൻ്റെ പേരിൽ ഇതിങ്ങനെ ഇടാൻ പറ്റും. എന്നാലും നമുക്കത് ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് അളന്ന് എത്ര കഴുത്ത് വരുമെന്ന് നോക്കിയിട്ട് ഇത് കട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ജസ്റ്റ് കാണിക്കണുള്ളൂ. കട്ട് ചെയ്യണത് ഞാൻ പിന്നെ തയ്ക്കുമ്പോഴാണ് കട്ട് ചെയ്യണത്. എന്നിട്ട് ഇവിടെ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് എടുക്കണ്ട്. നമ്മുടെ ലേസിൻ്റെ വീതിയും കൂടി നോക്കിയിട്ട് വേണം നമുക്കിത് എടുക്കാൻ. കാരണം ലേസ് 1.5 ഇഞ്ചാണെങ്കിൽ നമ്മൾ മടക്കുമല്ല, ഇതിങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ആ 1.5 ഇഞ്ചിൽ ഇങ്ങനെ നിൽക്കണം ലേസ്. ഈ ലേസാണ് വയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ 1.5 ഇഞ്ചിൽ വന്ന് നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പും കൂടി വേണമല്ലോ, അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് കൊണ്ട് എടുക്കാം. ലേസ് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് 3 ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി. അടിച്ചു വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വീതി കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇത്ര എടുക്കണം. അപ്പോൾ ഇവിടെ അളന്ന് നോക്കുമ്പോൾ ഇതൊരു 4 ഇഞ്ച് ഉണ്ട്.
ലേസിൻ്റെ വീതി അനുസരിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് മതി. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തയ്യൽ തുമ്പും പോയി കറക്റ്റായിട്ട് വന്നു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ 15 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് 15 ഇതിൽ കൂടിക്കിടന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ബാലൻസ് തന്നെ പീസാണല്ലോ. ഒരു 16 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടിച്ച് റൗണ്ട് എത്തി ഇങ്ങനെ വരുമ്പോൾ ഈ ബാക്കിയുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കളയാനുള്ളതാണല്ലോ. അതിൻ്റെ ഉള്ളിൽ കിടന്നു ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കും. ഞാനിത് ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് അളന്നെടുത്തിട്ട് കട്ട് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അളവിൽ. ഇത് ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഇങ്ങനെ നല്ല വശവും ഇങ്ങനെ നല്ല വശം ഇതിങ്ങനെ നല്ല വശം കിട്ടി. ഈ നല്ല വശം ഇത് ലോക്ക് ചെയ്തെടുക്കണം. ഈ സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ലോക്ക് മെഷീൻ അല്ലെങ്കിൽ ഇത് തയ്യലിട്ട് തയ്യൽ തുമ്പ് ഒരടി കൊടുത്ത് എടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ലേസ് വെക്കണോണ്ട് ഇതിന് കട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് അടിച്ചുപിടിപ്പിക്കുക. അല്ലെങ്കിൽ ക്യാൻവാസ് വെക്കണമെങ്കിൽ ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് അധികം കട്ടിയില്ലാത്തത് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ അടിച്ചു വരുമ്പോൾ കിട്ടും. ഇതിപ്പോൾ ലേസും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം കട്ടി ഉണ്ടാവും. അതിൻ്റെ പേരിൽ ക്യാൻവാസ് വെക്കണമെന്നില്ല കേട്ടോ. അല്ലാതെയും ചെയ്യുക ക്യാൻവാസ് വെക്കാതെ. ഇതുമ്പോൾ ഒരു 2-3 അടി ഭംഗിക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കട്ടിയിലിരുന്നു. ലേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി കഴിയുമ്പോൾ അതങ്ങനെ വെക്കുകയാണ് ചെയ്യണേ കേട്ടോ. അതോടുകൂടി നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.